ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ ഒന്നാമത്തെ സീസണിലെ അവസാനത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ടോഡും ഡെറിക്കും ആക്രമിക്കപ്പെടുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് റൗഡി 3നെയാണ്. ഇതുവരെയും അവരെ റൗഡി 3 എന്ന് മാത്രമാണ് ഞാൻ വിശേഷിപ്പിച്ചത്. പക്ഷേ ഇനി മുതൽ അവരുടെ പേരുകൾ ഞാൻ പറയുന്നതായിരിക്കും. കാരണം അടുത്ത സീസണിലും ഇവരുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമാൻഡയും അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മാർട്ടിന് എന്തോ സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്നു. എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ അത് അവന് സ്മെല്ല് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്മെല്ല് പിടിച്ചാണ് അമാൻഡയ്ക്കും ഡെറിക്കിനും ഒക്കെ അപകടം പറ്റുന്ന സമയത്ത് കൃത്യസമയത്ത് അവരവിടെ എത്തിച്ചേരുന്നത്. ഇപ്രാവശ്യം ഡെറിക്കിനാണ് അപകടം പറ്റിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവന് പെട്ടെന്ന് സ്മെല്ല് അനുഭവപ്പെട്ടത്. പിന്നെ കാണിക്കുന്നത് എസ്തേവസ് ഓടിച്ചിട്ട് റിമ്മറിനെ ഷൂട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒന്നും തന്നെ അവന് കൊള്ളുന്നില്ല. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മിഷൻ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണവും ഷൂട്ട് ചെയ്ത് എസ്തേവസ് നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവനത് മനഃപൂർവ്വം ചെയ്തതായിരുന്നില്ല. റിമ്മറിനെ ഷൂട്ട് ചെയ്ത സമയത്ത് അറിയാതെ സംഭവിച്ചു പോയതാണ്. അപ്പോഴേക്കും ഫാറ പുറകിൽ നിന്ന് എസ്തേവസിനോട് നിൽക്കാൻ പറയുന്നു. ആ ഒരു അവസരത്തിൽ റിമ്മറും കൂട്ടാളികളും അവിടുന്ന് രക്ഷപ്പെടുന്നതായി കാണിക്കുന്നു. എസ്തേവ് ആകട്ടെ ഫാറയോട് തോക്ക് താഴെ ഇടാൻ പറയുന്നു. അവളും അവരുടെ കൂട്ടത്തിലാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. ഫാറ എത്രയൊക്കെ പറഞ്ഞിട്ടും അവന് മനസ്സിലാകുന്നില്ല. അവൾ അവരുടെ കൂട്ടത്തിൽ തന്നെയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഡെറിക്കിനെയും ടോഡിനെയും ഓർത്ത് ആ തോക്ക് ഫാറ നിലത്തിട്ട് അത് എസ്തേവസിന് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം ഡെറിക്കിന്റെയും ടോഡിന്റെയും അടുത്ത് വന്ന് അവരെ ആശ്വസിപ്പിച്ചിട്ട് ഫാറ പറയുകയാണ്, പേടിക്കണ്ട, റിമ്മർ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഡെറിക്കിനോട് ചെസ്റ്റിൽ നിന്ന് ബ്ലഡ് അധികം പോകാതിരിക്കാൻ ചെസ്റ്റിൽ മുറുകെ പിടിക്കാൻ ഫാറ ഇതേ സമയം പറയുന്നുണ്ട്. എസ്തേവ് ആകട്ടെ അവരെ ഇപ്പോഴും വിടാൻ തയ്യാറാകുന്നില്ല. ബാർട്ട് ഇതേ സമയം സന്തോഷത്തോടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കെൻ അവളുടെ അടുത്തേക്ക് വന്ന് പോകട്ടെ എന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ്, നമുക്കിങ്ങനെ TV കണ്ടുകൊണ്ടിരുന്നാൽ പോരെ. പോകാൻ എല്ലാം റെഡിയാക്കിയായിരുന്നു തിടുക്കം കൂട്ടി അവൻ ബാർട്ടിന്റെ അടുത്തേക്ക് വന്നത്. എന്നാൽ ബാർട്ട് ന്യായമായിട്ട് പറഞ്ഞത് അവളുടെ തോക്കിൽ ബുള്ളറ്റ് ഇല്ല എന്നൊക്കെയാണ്. അപ്പോൾ അടുത്തിരുന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, വെറും കൈയോടെ നിഷ്പ്രയാസം ആളുകളെ കൊന്നിരുന്ന ബാർട്ട് തന്നെയാണോ ഈ പറയുന്നത്? നേരത്തെ നടന്ന കാര്യങ്ങളൊക്കെ നിന്നെ നിന്റെ ദൗത്യത്തിൽ നിന്ന് തഴയുകയല്ല വേണ്ടത്, മറിച്ച് നിന്നെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. നിന്നെ ശക്തിപ്പെടുത്താനാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ബാർട്ട് മോട്ടിവേറ്റഡ് ആകുന്നുണ്ട്. ഡെറിക് ആകട്ടെ ഇതേ സമയം ടോഡിനോട് അവനെ രക്ഷിച്ചതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അവനാകട്ടെ അതിന് കൂടുതലായിട്ട് ഉത്തരം പറഞ്ഞ് സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഫാറയോടാണ്. അവർ 3 പേരും ഇപ്പോൾ ഒരു കേജിലാണ്. എസ്തേവസ് ആണ് അവരെ ആ കേജിലാക്കിയിരിക്കുന്നത്. എങ്ങനെ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അറിയില്ല. ടോഡ് ഫാറയോട് ഇതേ സമയം പറയുകയാണ്, അന്ന് നീ ബന്ധനസ്ഥിതിയിലായ ദിവസം നീ എന്റെ മുറിയിൽ വന്ന് മുട്ടിയിരുന്നു. പക്ഷെ ഞാൻ അത് കണ്ടിട്ടും തുറക്കാതിരുന്നതാണ്. അപ്പോൾ ഫാറ പറയുകയാണ്, അതെനിക്കറിയാം. നിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് എന്റെ തെറ്റാണ്. ഞാൻ അവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഡെറിക് പറയുകയാണ്, ഞാനും നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നീ ഫാറയോട് ഇതെല്ലാം മറച്ചു വെച്ചില്ലേ? എന്നാൽ അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് ടോഡ് ഡെറിക്കുമായിട്ട് കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നു. ഫാറ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൂളായിട്ട് അവളുടെ ബോഡിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എന്തോ ഒരു വസ്തു ലോക്ക് തുറന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പുറത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ലിദിയ സ്പ്രിങ്ങിനെയും ആ നായയെയും കൊണ്ട് എസ്തേവസ് അവിടെ എത്തുന്നു. എന്നാൽ അവൻ അവിടെ വെച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ആ നായ എന്തൊക്കെയോ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ആ നായയുടെ ഉള്ളിൽ ലിദിയ സ്പ്രിങ് ആണല്ലോ. പക്ഷേ ആ ഒരു മിഷൻ എസ്തേവസ് തന്നെ നേരത്തെ ഷൂട്ട് ചെയ്ത് നശിപ്പിച്ച കാര്യം അതിനറിയില്ലായിരുന്നു. ഡെറിക് ഇക്കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഡെറിക്കിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ആരാണെന്ന് ദേഷ്യത്തോടെ എസ്തേവ് ചോദിക്കുന്നു. കൂടാതെ ലിദിയ സ്പ്രിങ്ങിനെ എന്താണ് നിങ്ങൾ ചെയ്തതെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡെറിക് 100 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ദേഷ്യത്തോടെ എസ്തേവ് അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. കാരണം ഡെറിക് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എസ്തേവിനാണെങ്കിൽ അത് പറയുന്നത് മനസ്സിലാകുന്നുമില്ല. എന്നാൽ ഫാറ നേരത്തെ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് കേജ് തുറന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ പുറകിൽ നിന്ന് വന്ന് എസ്തേവിന്റെ തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് പറയുകയാണ്, ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല. അപ്പോൾ കാമായി നിസ്സഹായതയോടെ എസ്തേവസ് ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് നടക്കുന്നത്? ഡെറിക്കിന് അധികം സംസാരിക്കാൻ ആവാത്തത് കൊണ്ട് തന്നെ ടോഡാണ് ഇപ്രാവശ്യം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. 1880 സക്രിയ വെബ് ആ മിഷൻ കണ്ടുപിടിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, സക്രിയ വെബും പാട്രിക് സ്പ്രിങ്ങും എഡ്ഗർ സ്പ്രിങ്ങും ഒരാൾ തന്നെയാണെന്നും ഇവിടെ പറയുന്നുണ്ട്. ചുരുങ്ങിയ വാക്കിൽ തന്നെ അവനെല്ലാം പറഞ്ഞു തീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഡെറിക് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനും മറന്നില്ല. ഫാറയും
കാര്യങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. അതിനുശേഷം ടോഡും ഡെറിക്കും എസ്തവേസിനോട് പറയുകയാണ്, ഈ സ്ഥലം നശിഞ്ഞാലും അവളെ രക്ഷിക്കാൻ വേറൊരു മാർഗമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ മെഷീൻ പ്ലഗ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഞങ്ങൾക്കറിയാം. ആ സ്ഥലത്ത് വെച്ച് ബോഡി സ്വാപ്പ് ചെയ്ത് ലിദിയയെ പഴയ പോലെ ആക്കാം. റിമ്മറും അവന്റെ ആളുകളും ആകട്ടെ നേരെ വന്നത് ഡിറ്റക്റ്റീവ്സിന്റെ ഹെഡിന്റെ അടുത്തേക്കായിരുന്നു. ദേഷ്യത്തോടെ ഹെഡിനോട് റിമ്മർ പറയുകയാണ്, നമ്മുടെ ബോഡി സ്വാപ്പ് ചെയ്യുന്ന മെഷീൻ അവരുടെ കരങ്ങളിൽ അകപ്പെട്ടു. അത് ആരുടെ കരങ്ങളിലാണെന്ന് അറിയാമോ? നിന്റെ കീഴിലുള്ള ഡിറ്റക്റ്റീവ് എസ്തവേസിന്റെ അടുത്ത് തന്നെ. ദേഷ്യത്തോടെ ഡിറ്റക്റ്റീവ്സിന്റെ ഹെഡ് പറയുകയാണ്, അപ്പോ എല്ലാം കഴിഞ്ഞു അല്ലെ? നീ കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും മരിച്ചിരിക്കുകയാണ്. നിന്നെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ല. ഉന്നതങ്ങളിലുള്ള നമ്മുടെ സഹോദരന്മാരെ ഞാൻ കോൾ ചെയ്തിരുന്നു, പക്ഷെ ഒരു സഹായവും അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. അവർ അറ്റൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാൽ ആ കുറ്റപ്പെടുത്തലിനിടയ്ക്കും ആ മിഷൻ തിരികെ എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെ പറ്റിയാണ് റിമ്മർ പറയുന്നത്. ലിദിയ സ്പ്രിങ്ങിന്റെ ബോഡി അവർ എന്തായാലും സ്വാപ്പ് ചെയ്യും. ആ ഒരു സമയത്ത് നമുക്ക് അവിടെ ചെന്ന് ആ മിഷനും സ്വന്തമാക്കാം. അതിന് നമുക്ക് കുറെ ആളുകളും വെപ്പൺസും വേണം. ഇന്ന് നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്നേക്കുമായിട്ട് പരാജയപ്പെടും. പിന്നെ വീണ്ടും ടോഡിനെയും മറ്റുള്ളവരെയും കാണിക്കുന്നു. എസ്തേവ് ഇപ്പോൾ പൂർണ്ണമായിട്ടും അവരെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഡിർക്കിനെ താങ്ങി പിടിച്ച് നടക്കുന്നത് എസ്തേവസ് ആണ്. സക്കറിയ വെബ് പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് അവർ വരുന്നത്. അതായത് ഫാറയും ഡിർക്കും കൂടി മുന്നത്തെ ഒരു എപ്പിസോഡിൽ മാപ്പ് ഉപയോഗിച്ച് എത്തിച്ചേരുന്ന സ്ഥലം, അവിടേക്ക് തന്നെയാണ് അവർ വരുന്നത്. ഫാറ ഇതേ സമയം ഒരുപാട് തോക്കുകളുടെ ശേഖരമുള്ള സ്ഥലത്തേക്ക് വന്ന് എസ്തേവസിന് കുറെ തോക്കുകൾ കാണിച്ചു കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എൻട്രൻസ് ആണ് ആ സ്ഥലത്തേക്ക് വരാനുള്ളത്. ആ മെഷീൻ തേടി എപ്പോൾ വേണമെങ്കിലും റിമ്മറിന്റെ ആളുകൾ അവിടെ എത്താനിടയുണ്ട്. കാരണം ആ മെഷീൻ അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായിട്ടുള്ള ഒരു വസ്തുവാണ്. അതിനുശേഷം എസ്തേവസ് പറയുകയാണ്, ഞാൻ ആദ്യം ടൈം ട്രാവൽ ചെയ്തു പോയിട്ട് എന്റെ പാർട്ണറായിട്ടുള്ള സിമ്മർഫീൽഡിനെ രക്ഷിക്കട്ടെ. എന്നാൽ ടോഡ് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് മാറ്റുവാൻ സാധിക്കില്ല എന്നാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഡെറിക് ആകട്ടെ ആദ്യമേ ലിദിയയെ അവളുടെ ബോഡിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറയുന്നു. അതിനുശേഷം ടോഡ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫാറ ഇതിനെപ്പറ്റി നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ടോഡ് അപ്പോൾ പറയുന്നത് ഒരു പ്രാവശ്യം അവരിത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം അത് റെഡിയാക്കി കഴിയുമ്പോൾ ഫാറ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇത് വർക്ക് ആകുമോ എന്ന്. ടോഡ് അപ്പോൾ പറയുന്നത് വർക്ക് ആകുമായിരിക്കും എന്നാണ്. അതായത് ആ കാര്യം നടക്കുമെന്ന് ഒരുപാട് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എസ്തേവസ് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോയി എല്ലാ കാര്യങ്ങളും റെഡിയാക്കാമെന്ന്. എന്നാൽ അത് അങ്ങനെയൊന്നും വർക്ക് ആകില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കരങ്ങളിൽ എടുത്തുകൊണ്ട് ബോഡി സ്വാപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഒരുങ്ങുന്നു. അപ്പോഴേക്കും റിമ്മർ ഒരു വലിയ വാനിൽ കുറെ ആളുകളുമായിട്ട് അവിടെ എത്തിയിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് കൃത്യസമയത്ത് റൗഡി 3യും അവിടെ എത്തുന്നു. ടോഡാകട്ടെ ലിദിയ സ്പ്രിങ്ങിന്റെയും ആ നായയുടെയും കൈ അവിടെ വെച്ചതിന് ശേഷം എസ്തേവസിനോട് ലിവർ പൊക്കാൻ പറയുന്നു. ആദ്യത്തെ പ്രാവശ്യം അത് ചെയ്യുമ്പോൾ തന്നെ ലിദിയ സ്പ്രിങ്ങിന്റെ ബോധം പോകുന്നുണ്ട്. അതായത് ലിദിയ സ്പ്രിങ്ങിന്റെ ബോഡിയുടെ ബോധം പോകുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ എസ്തേവസും ഫാറയും പറയുന്നുണ്ട് അവൾ മരിച്ചു എന്ന്. രണ്ടുപേരും ടോഡിനോട് ദേഷ്യപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ ടോഡ് പറയുകയാണ്, ഇത് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. രണ്ടുപേരുടെയും സ്ഥലം മാറ്റിക്കൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഇത് ചെയ്യണം. അവന്റെ നിർബന്ധപ്രകാരം ഒരു പ്രാവശ്യം കൂടി അവരത് ചെയ്യുന്നു. പക്ഷെ ആ ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ടും ലിദിയ സ്പ്രിങ്ങിന്റെ ബോധം ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവളുടെ ബോധം വരുന്നുണ്ട്. ഫാറ ഒരുപാട് അവളെ വിളിച്ചതിന് ശേഷമാണ് അവളുടെ ബോധം വരുന്നത്. അതൊന്നും വർക്ക് ആയില്ലായിരുന്നെങ്കിൽ ടോഡിന്റെ അവസ്ഥ പിന്നെ പറയേണ്ടായിരുന്നു. ഡെറിക്കും ടോഡിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ റിമ്മറും റൗഡി 3യും തമ്മിലുള്ള പൊരിഞ്ഞ ഫൈറ്റ് ആണ്. അമാൻഡെ ആ ഫൈറ്റിൽ പങ്കുചേരുന്നില്ല എങ്കിലും വണ്ടിയിലിരുന്ന് അതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. റിമ്മർ ആകട്ടെ അതിൽ പങ്കുചേരാതെ 2-3 ആളുകളുടെ കൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അകത്ത് ലിദിയയ്ക്ക് ബോധം വന്നു കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ട് ഫാറ പറയുകയാണ്, നിന്നെ ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. കരഞ്ഞുകൊണ്ട് ലിദിയ പറയുകയാണ്, എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ നിന്നെ കണ്ട അന്ന് തന്നെ എനിക്ക് അറിയാമായിരുന്നു നീ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കുമെന്ന്. അതിനുശേഷം എസ്തേവസിനും നന്ദി പറയുന്നു. കാരണം കുറെ നാൾ എസ്തേവസിന്റെ കൂടെ ആയിരുന്നല്ലോ ലിദിയ. ഡിറിക്ക് ഇതേ സമയം പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. എന്നാൽ അവരെ രണ്ടുപേരെയും അതായത് ഡിറിക്കിനെയും ടോഡിനെയും നോക്കിയിട്ട് ലിദിയ പറയുകയാണ്, ഇവരാണ് ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് എന്നെ താഴേക്ക് ഇട്ടത്. എന്നാൽ ലിദിയക്കറിയാം അവർ ദുഷ്ടന്മാരൊന്നുമല്ല എന്ന്. അതുകൊണ്ട് അവർ ദുഷ്ടന്മാരായിട്ടൊന്നും കാണുന്നില്ല. അപ്പോഴാണ് പുറത്തുനിന്ന് വെടിയൊച്ചകൾ കേൾക്കുന്നത്. ലിദിയോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഫാറയും എസ്തേവസും കൂടി പുറത്തേക്ക് പോകുന്നു. തോക്കുമായിട്ടാണ് അവർ പോകുന്നത്. ചെന്ന് നോക്കുമ്പോഴാണ് റിമ്മറും വേറൊരാളും അങ്ങോട്ട് വരുന്നതായിട്ട് കാണുന്നത്. ഉടനെ തന്നെ ഷൂട്ട് ചെയ്ത് മറ്റേയാളെ കൊല്ലുന്നുണ്ട്. എന്നാൽ റിമ്മറിന് വെടി കൊള്ളുന്നില്ല. അതുമാത്രമല്ല നല്ല രീതിയിൽ റിമ്മർ പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ കവർ ചെയ്തൊക്കെയാണ് പരസ്പരം അവർ ഷൂട്ട് ചെയ്യുന്നത്. ടോഡും ഡെറിക്കുമാകട്ടെ അതിനുശേഷം ആ മെഷീൻ തിരിച്ചയക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നു. എന്നാൽ ലിദിയ നല്ല ദേഷ്യത്തിലായിരുന്നു. അത് നശിപ്പിക്കാനാണ് അവൾ പറയുന്നത്. കാരണം അവൾ അനുഭവിച്ചത് അത്രയ്ക്കുണ്ടായിരുന്നു. വിശന്നപ്പോൾ അവൾക്ക് എലിയെ പോലും കഴിക്കേണ്ടി വന്നു. അങ്ങനെ അവളുടെ എല്ലാ കഷ്ടപ്പാടുകളും
ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ കേട്ടിട്ടും അവർക്ക് വിഷമമാകുന്നുണ്ടെങ്കിലും അവർ പറയുകയാണ്, ഈ മിഷൻ ഇപ്പോൾ തിരിച്ചയച്ചില്ല എങ്കിൽ നീ പോലും നിലനിൽക്കില്ല. ഈ ഒരു ലൂപ്പിന്റെ സെന്റർ നീയാണ്. ഈ മിഷൻ തിരിച്ചയച്ചാൽ മാത്രമേ പാട്രിക് സ്പ്രിങ് നിന്റെ അമ്മയെ കണ്ടുമുട്ടുകയുള്ളൂ, നീ ജനിക്കുകയുള്ളൂ. അത് കേട്ട് കഴിയുമ്പോൾ അവളുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിലും അവരുടെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ അവൾ പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ആദ്യം രക്ഷപ്പെടുകയാണ് വേണ്ടത്. എന്നാൽ അതെല്ലാം കേട്ട് അവളോട് കാമാകാൻ പറഞ്ഞിട്ട് ഡെറിക് പറയുകയാണ്, നിന്റെ ഫാദർ മരിച്ചത് പോലും നിനക്ക് വേണ്ടിയായിരുന്നു. നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിന്റെ ഫാദർ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ നീ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവസാനം താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ ചോദിക്കുന്നു. ഡെറിക് പറയുകയാണ്, ഈ ബൾബ് അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ആ ക്രാങ്ക് വലിക്കുക. എന്നാൽ ആ മെഷീന് കുറച്ച് പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശരിയാക്കാൻ വേണ്ടി ഡെറിക് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ടാറ്റു അടിച്ച രണ്ടുപേർ അവിടെ എത്തുന്നത്. ഇത് കണ്ട് ടോഡ് ഉടനെ തന്നെ തന്റെ കയ്യിൽ കിട്ടിയ സാധനം ഒരാളുടെ നേരെ എടുത്തെറിഞ്ഞിരുന്നു. മറ്റേയാളാണെങ്കിൽ അപ്പോഴേക്കും ക്രോസ്ബോ ലിദിയയുടെ നേരെ പ്രയോഗിച്ചിരുന്നു. അത് കണ്ട് ഡെറിക് അവളുടെ മുമ്പ് വന്ന് നിന്ന് ആ ഒരു ആരോയും ഏറ്റുവാങ്ങുന്നു. ഷോക്ക് അടിപ്പിക്കുന്നതിന് മുമ്പ് ടോഡ് ചാടി വീണ് എന്തൊക്കെയോ ചെയ്ത് അതിൽ നിന്നെല്ലാം അവരെ തടയുന്നുണ്ട്. പുറത്താകട്ടെ എസ്തേവേസും ഫാറയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി മുന്നേറി വന്നതായിരുന്നു. പക്ഷേ റിമ്മർ എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയായിരുന്നു വന്നത്. അവന്റെ കയ്യിൽ ഫ്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അവരുടെ നേരെ പ്രയോഗിക്കുകയും ചെയ്യുന്നു. അകത്ത് ലിദിയയാകട്ടെ ആ മിഷൻ ഉയർത്തി പൊക്കിക്കൊണ്ട് പറയുകയാണ്, അവരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വസ്തു ഞാൻ തവിട് പൊടിയാക്കും. ഉടനെ തന്നെ കൊരക്കിന് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്ന ടോഡിനെ അവർ വിടുന്നുണ്ട്. എന്നാൽ ലിദിയയോട് അവർ പറയുകയാണ്, അത് നശിപ്പിച്ചതിന് ശേഷം നീ എന്ത് ചെയ്യാൻ പോകുന്നു? എന്നാൽ അപ്പോഴേക്കും ബാർട്ടും കെന്നും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രപഞ്ചം അവളെ അങ്ങോട്ട് നയിച്ചതാണോ എന്നറിയില്ല. കൃത്യസമയത്ത് അവൾ അവിടെ എത്തി ടാറ്റു അടിച്ച് രണ്ടുപേരെയും നിഷ്പ്രയാസമാണ് അവൾ കൊല്ലുന്നത്. അതിനുശേഷം ഡെറിക് ജെൻലിയുടെ അടുത്തേക്ക് വന്ന് അവനെയും ബാർട്ട് കൊല്ലാൻ ഒരുങ്ങുന്നു. അപ്പോഴായിരുന്നു കെൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ഉണ്ടായിരുന്ന മെഷീൻ തന്നെ. അത് നന്നാക്കുന്നതിന് വേണ്ടിയായിരുന്നു ടാറ്റു അടിച്ചവർ അവനെ ഹയർ ചെയ്തിരുന്നത്. ഇക്കാര്യം അവൻ ബാർട്ടിനോടും പറയുന്നു. ഡെറിക് ആകട്ടെ തന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലിദിയയുടെ കയ്യിൽ നിന്ന് കെൻ ആ മെഷീൻ അവിടെ വെച്ച് കഴിയുമ്പോൾ ലിദിയ ചോദിക്കുന്നുണ്ട്, നിനക്കിത് ചെയ്യുവാൻ സാധിക്കുമോ എന്ന്. അവനാകട്ടെ നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു. അവൻ അപ്പോൾ ആലോചിക്കുകയാണ്, അവൻ അങ്ങോട്ട് വന്നത് ഒരു വിധിയാണ്. ശരിക്കും വിധി തന്നെയാണ് തന്നെ ഇങ്ങോട്ട് നയിച്ചത്. ഇതാണ് തന്റെ വിധി എന്ന് സന്തോഷത്തോടെ കെൻ പറയുന്നു. റിമ്മർ ആകട്ടെ ഇതേ സമയം മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഫ്ലാഷ് അടിച്ച സമയത്ത് എസ്തേവേസിന്റെയും ഫാറയുടെയും കയ്യിൽ നിന്ന് അവരുടെ തോക്കുകൾ തെറിച്ചു പോയിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ റിമ്മറിന്റെ നായ അവിടെ ഉണ്ടായിരുന്നു. ഫാറ ആ നായയെ വിളിച്ച് കരങ്ങളിൽ എടുക്കുന്നു. അപ്പോഴേക്കും റിമ്മർ അവിടെ എത്തി തന്റെ നായയെ വിട്ടു തരാൻ പറയുന്നു. എന്നാൽ തന്നെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ നായയെ കൊല്ലുമെന്ന് പറഞ്ഞ് റിമ്മറിനെ അവൾ ഭീഷണിപ്പെടുത്തുന്നു. കാരണം റിമ്മറിന് ആ നായയെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നമുക്കറിയാം. റിമ്മർ അപ്പോൾ പറയുകയാണ്, ആ നായയെ വിട്ടു തരുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഹെഡ് ഷൂട്ട് ചെയ്ത് കൊന്ന് ആ നായയെ എടുത്തുകൊണ്ട് പോകും. എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റിമ്മറിന്റെ നേരെ ആ നായയെ എറിയുകയാണ് ഫാറ. ഉടനെ തന്നെ റിമ്മർ തോക്ക് ഉപയോഗിച്ച് ആ നായയെ പിടിക്കാൻ ഒരുങ്ങുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് എസ്തേവേസ് ഒരു തോക്ക് ഫാറയ്ക്ക് എറിഞ്ഞു കൊടുത്തിരുന്നു. ആ തോക്ക് ഉപയോഗിച്ച് തന്നെ റിമ്മറിനെ ഹെഡ് ഷൂട്ട് ചെയ്ത് അവർ കൊല്ലുന്നു. കെൻ ആകട്ടെ അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡെറിക് പാട്രിക് എഴുതാൻ പറഞ്ഞ ആ കുറിപ്പും എഴുതുന്നതായി കാണിക്കുന്നു. അപ്പോഴേക്കും കെൻ അത് ശരിയാക്കിയും കഴിഞ്ഞിരുന്നു. അവൻ ഒരുപാട് സന്തോഷമാകുന്നു. ഡെറിക് ആകട്ടെ അങ്ങോട്ട് വന്ന് ആ കുറിപ്പ് ആ മിഷനിൽ ഇട്ടതിന് ശേഷം ആ ക്രാങ്ക് വലിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ബാർട്ട് അവന്റെ തലയിൽ തോക്ക് വെച്ചിരുന്നു. അതിൽ ഒരു ബുള്ളറ്റ് കൂടി അവശേഷിക്കുന്നുണ്ടെന്ന് കെന്നിനോട് അവൾ പറഞ്ഞിരുന്നു. എന്നാൽ ഡെറിക്കിനെ കൊല്ലുവാനായിട്ട് അവൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഡെറിക്കിനെ അവൾ കൊല്ലാത്തത്. പ്രധാനമായിട്ടും കെന്നിനെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ബാർട്ടിനെ പ്രപഞ്ചം അങ്ങോട്ട് നയിച്ചത്. അത് ശരിയാണ് എന്ന വിധത്തിൽ ടാറ്റു അടിച്ച വ്യക്തിയിൽ ഒരാൾ എഴുന്നേൽക്കുന്നു. കാരണം ഒരാളെ മാത്രമേ ബാർട്ട് ഷൂട്ട് ചെയ്തിരുന്നുള്ളൂ. മറ്റേയാളെ എർത്തടിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ബുള്ളറ്റ് ആ ടാറ്റു അടിച്ച വ്യക്തിയുടെ നേരെ പ്രയോഗിക്കുകയും അയാൾ മരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഡെറിക്കിന് ബായ് കൊടുത്ത് ബാർട്ടും കെന്നും അവിടുന്ന് പോകുന്നു. പിന്നെ അവർ മൂന്നുപേരും കൂടി ഒരുമിച്ച് ക്രാങ്ക് വലിച്ച് ആ മിഷൻ സക്രേവെബിന് തിരിച്ചയക്കുന്നതായിട്ടും സക്രേവെബിന് കുറിപ്പോട് കൂടി ആ മിഷൻ കിട്ടുന്നതായിട്ടും കാണിക്കുന്നു. മിക്കവാറും ഇതിലൂടെ ഈ ടൈം ലൂപ്പ് അവസാനിക്കുമായിരിക്കും. നേരത്തെ ഇത് തന്നെയായിരുന്നു ലിദിയ സ്പ്രിങ്ങിനോട് ടോഡും ഡെറിക്കും പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് തന്റെ അപ്പാർട്ട്മെന്റിൽ ബോധമുണരുന്ന ടോഡിനെയാണ്. അവന്റെ കൂടെ അമാൻഡയും ഉണ്ട്. നടന്ന എല്ലാ കാര്യങ്ങളും അമാൻഡ അവന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് റൗഡി 3 ആണ് അവനെ രക്ഷിച്ച് അവിടെ എത്തിച്ചതെന്നും റിമ്മറിന്റെ കൂടെ 100ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നും അവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് അവരെയൊക്കെ ഓടിച്ചു എന്നും ഡെറിക്കിനെ പോലീസുകാർ ഹോസ്പിറ്റലിലാക്കി എന്നും ലിദിയയെ ഫാറ യാത്ര അയക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ടോഡാകട്ടെ അതിനുശേഷം അവളോട് ക്ഷമാപണം നടത്തി ന്യായീകരണം ഒക്കെ നടത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അമാൻഡ പറയുകയാണ്, നീ ഡെറിക്കിനോട് മിണ്ടുന്നില്ല എന്ന് കേട്ടു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഡെറിക്ക് നിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കരുതുന്നത്. അവൻ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന്
ചെയ്യുന്നതിന് മുമ്പ് നിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, നിനക്ക് ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല, നീ ഒരു നുണയനായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സൈക്കിക് പവർ ഉള്ള ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ പാർട്ട്ണറിനെയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. അവൻ ഒരുപാട് നുണ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതിന്റെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നീ ഓർക്കണം. അവസാനം നിങ്ങൾ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ രക്ഷിച്ചു. വലിയൊരു ദൗത്യം തന്നെയാണ് നിങ്ങൾ ചെയ്തു തീർത്തത്. അതിനു പുറമെ നീ ഇപ്പോൾ സത്യസന്ധനായിട്ടുണ്ട്. ശേഷം റൗഡി 3യുടെ ഗ്യാങ്ങിലേക്ക് തന്നെ അമാൻഡ പോകുന്നു. പിന്നെ ബാർട്ടിനെയും കെന്നിനെയും കാണിക്കുന്നു. അവരുടെ കൂടെ റിമ്മറിന്റെ നായുണ്ട്. അത് അവരുടെ കൂടെ എങ്ങനെ വന്നു എന്ന് മനസ്സിലാവുന്നില്ല. അവർ സംസാരിക്കുന്നത് വേറൊന്നുമല്ല, ഡെറിക് ജെന്റിയെ കൊല്ലുക എന്നതായിരുന്നില്ല ബാർട്ടിന്റെ ദൗത്യം, മറിച്ച് അവനെ പ്രൊട്ടക്ട് ചെയ്യുക, കെന്നിനെ അവിടെ എത്തിക്കുക. അതായിരുന്നു അവളുടെ ദൗത്യം. അതിനുശേഷം വളരെ ഇമോഷണൽ ആയിട്ടാണ് ബാർട്ട് സംസാരിക്കുന്നത്. കെന്നിനോട് അവൾ പറയുകയാണ്, ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ എത്തിച്ചു. ഞാൻ നിന്റെ ഫീലിങ്സിനെ പറ്റിയൊന്നും പരിഗണിച്ചില്ല. അതിനെല്ലാം നീ എന്നോട് ക്ഷമിക്കണം. നീ നിന്റെ ദൗത്യം പൂർത്തിയാക്കിയല്ലോ. നിനക്കിനി നിന്റെ ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ എനിക്ക് നിന്നെ വിട്ടു പോകാൻ സാധിക്കുന്നില്ല. കരഞ്ഞുകൊണ്ട് വളരെ ഇമോഷണൽ ആയിട്ടാണ് അവൾ ഇതൊക്കെ പറയുന്നത്. ആളുകളെയൊക്കെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊല്ലുന്ന അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന് ചേർന്ന സ്വഭാവമല്ലായിരുന്നു അത്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. ഇതേ സമയം കെൻ പറയുകയാണ്, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല, നിന്റെ കൂടെ ഉണ്ടാകും. അത് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് കെന്നിനെ അവൾ കെട്ടിപ്പിടിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഫാറയെയും ലിദിയയുമാണ്. ലിദിയ ഈ രാജ്യം തന്നെ വിട്ടു പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ഫാറയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്തിനാണ് രാജ്യം വിട്ടു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫാറ പറയുകയാണ്, കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. നിന്നെ കൊല്ലുവാൻ ആരെങ്കിലും ഇനിയും പുറത്തുണ്ടെങ്കിലോ. ഈ സമയം ലിദിയ ഒരുപാട് ഇമോഷണൽ ആകുന്നുണ്ട്. അവൾ ഒരു വലിയ തുക തന്നെ ഫാറയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അവളുടെ ജീവൻ രക്ഷിച്ചതാണല്ലോ. പാട്രിക് സ്പ്രിങ്ങിനെ രക്ഷിക്കാൻ സാധിക്കാത്ത കുറ്റബോധം ഫാറയ്ക്കുണ്ട്. എന്നാൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലിദിയ പറയുകയാണ്, അതൊരു ടൈം ലൂപ്പ് ആയിരുന്നു, നിനക്കൊന്നും തന്നെ അവിടെ ചെയ്യാൻ സാധിക്കില്ല. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എൻഡിങ് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചെറുപ്പം മുതലേ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നിന്റേത്. എനിക്ക് ഈ അപകടം ഉണ്ടായ സമയത്ത് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് നീ എന്നെ രക്ഷിച്ചത്. അതിനുശേഷം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ലിദിയ ഫാറയെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അവൾ കാറിന് പോകുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ആശുപത്രിയിൽ കിടക്കുന്ന ഡെറിക് ജെന്റിയോട് കേണൽ സ്കോട്ട് സംസാരിക്കുന്നതാണ്. ബ്ലാക്ക് വിങ്ങിന്റെ സ്ഥാപനത്തെ കുറിച്ചൊക്കെയാണ് ആദ്യം അയാൾ സംസാരിക്കുന്നത്. അതൊരു ചെറിയ ഐഡിയ ആയിട്ടാണ് തുടങ്ങിയത്, പിന്നീട് അത് വലിയ ആശയമായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം ഡെറിക്കിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നു. ഡെറിക്കിനെ ഓർത്ത് അയാൾ ഒരുപാട് അഭിമാനിക്കുന്നു എന്നും ഡെറിക്കിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ സംസാരിക്കുന്നു. അതിനുശേഷം ഡെറിക്ക് കണ്ണു തുറക്കുമ്പോൾ കേണൽ സ്കോട്ടിനെ അവിടെ കാണുന്നില്ല. പിന്നീട് വീൽ ചെയറിൽ അവനെ ഉന്തിക്കൊണ്ടുവരുന്ന വ്യക്തിയോടും ഒരുപാട് സംസാരിച്ച് അയാളെയും വെറുപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഡെറിക് ജെന്റിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കാണിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഡെറിക്കിന്റെ അടുത്തേക്ക് ടോഡ് വരുന്നതാണ്. ടോഡിനെ കാണുമ്പോൾ തന്നെ ഡെറിക്കിന് അത്ഭുതം തോന്നുന്നു. കാരണം കേസ് കഴിഞ്ഞതാണ്, പിന്നെ എന്തിനാണ് അവൻ അവിടെ വന്നതെന്ന് ഓർത്താണ് അതിശയിക്കുന്നത്. ഉടനെ തന്നെ ഡെറിക്കിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഡെറിക്കിന്റെ ജാക്കറ്റ് കൊടുക്കുന്നു. കൂടാതെ ടോഡിന്റെ കയ്യിലുള്ള ഒരു ടീഷർട്ട് കൂടി കൊടുക്കുന്നു. അതെല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന ഡെറിക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന്. എന്തെങ്കിലും ചെയ്തു തരുന്നതിന് വേണ്ടിയായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഡെറിക്ക് കരുതിയത്. എന്നാൽ നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അടുത്ത കേസ് ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കണം എന്നൊക്കെ ടോഡ് പറയുന്നു. തന്നെ ടോഡ് ഒരു ഫ്രണ്ട് ആയിട്ട് കരുതുന്നതിൽ അവന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം ടോഡ് പറയുകയാണ്, ഫാറ നമ്മളെ കാത്തിരിക്കുകയാണ്. പിന്നെ അവർ രണ്ടുപേരും കൂടി ഫാറയെ കണ്ടുമുട്ടുന്നതായി കാണിക്കുന്നു. ഫാറ അവരോട് പറയുന്നത് വേറൊന്നുമല്ല, എസ്റ്റേവ് ഫാറയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആരെങ്കിലും അവരോട് ചോദിക്കുകയാണെങ്കിൽ ഈ ടൈം ട്രാവലിനെ പറ്റിയൊക്കെ ഒന്നും അവരോട് പറയണ്ട എന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഫാറ ഡെറിക് ജെന്റിയുടെ ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കാരണം ലിദിയ സ്പ്രിങ് വലിയൊരു എമൗണ്ട് ഫാറയ്ക്ക് കൊടുത്തിരുന്നല്ലോ. അത് കേട്ട് ഡെറിക്കിന് ഒരുപാട് സന്തോഷമാകുന്നു. ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ പേര് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്നാണെന്ന് അവൻ പറയുന്നുണ്ട്. ഫാറ തന്നെ ഫാറയുടെ പേര് അവിടെ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ആശയവുമായിട്ട് അവർ മുന്നോട്ട് പോയത്. അതുമാത്രമല്ല, ടോഡിന്റെ പേര് ഉപയോഗിക്കാതിരുന്നത് ടോഡ് ഒരു അസിസ്റ്റന്റ് ആയതുകൊണ്ടായിരുന്നു. പക്ഷേ ടോഡിനെ അസിസ്റ്റന്റിൽ നിന്ന് പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വളരെ സന്തോഷത്തോടെ കളിച്ചു ഉല്ലസിക്കുന്ന റൗഡി 3യെ കാണിക്കുന്നു. അപ്പോഴും മാർട്ടിന്റെ കയ്യിൽ ഡെറിക് ജെന്റിയുടെ ഒരു ടോയ് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ ടോയ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ടോയിയെ ഇപ്പോഴും അവർ കാണിക്കുന്നത്. പിന്നെ ഹാപ്പി ആയിട്ട് കാറിൽ യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ബാർട്ടിനെയും കെന്നിനെയും കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഡിറ്റക്റ്റീവ് എസ്തേവസിനെയാണ്. അവൻ അവന്റെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഹെഡ് ആയിട്ടുള്ള വ്യക്തിയെ സർജന്റ് കൊന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് വിങ്ങിന്റെ ഹെഡ് ആയിട്ടുള്ള വിൽസൺ എല്ലാ ചുമതലയും ഈ സർജന്റിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കണ്ണി കണ്ടവരെ എല്ലാം ചോദിക്കുന്നതിന് മുമ്പേ വെടിവെച്ചിടുകയാണ് അയാൾ. എസ്തേവ് അങ്ങോട്ട് വരുമ്പോൾ എസ്തേവിനെയും ഷൂട്ട് ചെയ്യുന്നു. അവന്റെ തോക്ക് വാങ്ങി വേസ്റ്റ് കൊട്ടയിൽ ഇടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫയലുകൾ പരിശോധിച്ചു കഴിയുമ്പോൾ തന്നെ എല്ലാ സീക്രട്ടുകൾ സർജന്റിന് മനസ്സിലാവും.
മനസ്സിലാവുന്നുണ്ട്. അതായത് ബോഡി സ്വാപ്പ് ചെയ്യുന്ന ടീമിനെ കുറിച്ചും ഇപ്പോൾ നടന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെ എല്ലാം സർജന്റ് മനസ്സിലാക്കിയിരിക്കുന്നു. അതിനുശേഷം സർജന്റ് സംസാരിക്കുന്നത് സൈക്കിക് പവറുകൾ ഉള്ളവരെ കുറിച്ചും ബ്ലാക്ക് വിങ്ങിനെ കുറിച്ചുമൊക്കെയാണ്. ബ്ലാക്ക് വിങ് ഈ സർജന്റിന് $80 മില്യൺ പ്രതിഫലമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ സന്തോഷം ഈ സർജന്റിന്റെ മുഖത്തുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രഹസ്യങ്ങളൊക്കെ അറിയുന്ന എല്ലാവരെയും കൊല്ലണം. അതുകൊണ്ട് തന്നെ സൈക്ക് പവറുകൾ ഉള്ള ആളുകളെ പറ്റിയൊക്കെ എസ്തവേസിനെ അറിയാമെന്ന് പറഞ്ഞ് അയാളെയും പെട്ടെന്ന് തന്നെ ആ സർജന്റ് കൊല്ലുകയാണ്. അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായ ഡിറ്റക്റ്റീവ് എസ്തവേസ് ഇവിടെ വെച്ച് മരിക്കുന്നു. ടോഡും ഡെറിക്കും ഫാറയും ഒക്കെ ചിന്തിക്കുന്നത് അവർക്കിനി എങ്ങനെ കേസ് കിട്ടുമെന്നാണ്. ഡെറിക് അപ്പോൾ പറയുകയാണ് അത് നമുക്ക് ഫീൽ ചെയ്യും. ടോഡ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. ഡെറിക് പറയുകയാണ് കണ്ണടയ്ക്കൂ, എന്നിട്ട് ഒന്ന് ദീർഘശ്വാസം വിട്ട് ധ്യാനിച്ചു നോക്കൂ, തീർച്ചയായും നിനക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ടോഡിന് ഒന്നും തന്നെ തോന്നുന്നില്ല. അവൻ പറയുകയാണ് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. അവൻ പോയി കഴിയുന്ന സമയത്ത് ഡെറിക്കിന് ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. താൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് ഡെറിക് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം തന്നെ റൗഡി 3-ലുള്ളവർക്കും അതേ ഫീലിങ്സ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കി മാർട്ടിൻ വോഗിളിനോട് അമാൻഡയെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്നു. ബാർട്ടിന്റെയും കെന്നിന്റെയും ടാക്സി ആകട്ടെ വലിയൊരു പട്ടാളം തന്നെ വളഞ്ഞിരിക്കുന്നു. ബാർട്ട് ഇതേ സമയം തന്നെ ഒരു വലിയ കല്ല് കരങ്ങളിൽ എടുക്കുന്നതായി കാണിക്കുന്നു. റൗഡി 3യെയും ഒരു വലിയ പട്ടാളം വളഞ്ഞിരിക്കുന്നതായി കാണിക്കുന്നു. അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി റൗഡി 3യും അവരുടെ നേരെ പാഞ്ഞു ചെല്ലുന്നതായും കാണിക്കുന്നു. എന്നാൽ അമാൻഡയുടെ കൂടെ വോഗിൾ ഓടി രക്ഷപ്പെടുന്നതായും കാണിക്കുന്നുണ്ട്. റൗഡി 3യിലെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വ്യക്തിയുടെ പേരാണ് വോഗിൾ. ഓരോ വ്യക്തിയുടെ പേരും പ്രത്യേകം പറയുന്നതിന് കാരണം അടുത്ത സീസണിലും ഇവർ വരുന്നുണ്ട്. ഇവർ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെയും പേരെടുത്ത് പറയുന്നത്. ഡെറിക് ജെൻലിയുടെ അടുത്തേക്കാകട്ടെ സർജന്റ് തന്നെ നേരിട്ട് വരുന്നതായി കാണിക്കുന്നു. ഡെറിക് ജെൻലി അപ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഫാറയ്ക്കും അപകടം മണക്കുന്നുണ്ട്. ഉടനെ തന്നെ അവൾ പുറത്തിറങ്ങി ഡെറിക്കിനെ അന്വേഷിക്കുന്നു. എന്നാൽ ഡെറിക്കിനെ അവിടെ എവിടെയും കാണുന്നില്ല. പിന്നെ കാണിക്കുന്നത് ടോഡിന്റെ ഫോണിലേക്ക് അമാൻഡ വിളിക്കുന്നതാണ്. താൻ ഒരു വലിയ അപകടത്തിലാണ്, തന്നെ വന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ടാണ് ടോഡിനോട് ഫോണിലൂടെ അവൾ അപേക്ഷിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ടോഡിന് അവന്റെ കൈയെല്ലാം കത്തുന്നത് പോലെ തോന്നുന്നു. ആ വേദന അവന് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. അതുമൂലം അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അമാൻഡയുടെ അസുഖം ഇപ്പോൾ ടോഡിനുമുണ്ട്. പക്ഷേ ഇതൊരു അസുഖമല്ല എന്ന് അടുത്ത സീസണിൽ നമുക്ക് മനസ്സിലാകും. എന്തൊക്കെ വന്നാലും ഇതോടെ ഈ ഒരു സീസൺ ഇവിടെ കഴിയുകയാണ്. പക്ഷേ രണ്ടാമത്തെ സീസൺ ഇതിന്റെ തുടർച്ച തന്നെയാണ്. ഇതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് രണ്ടാമത്തെ സീസണിൽ വരുന്നത്. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റോറി തന്നെയാണ് രണ്ടാമത്തെ സീസൺ. ഒരുപാട് സൈക്കിക് എലമെന്റ്സ് ഉള്ള, ഒരുപാട് മാജിക്കൽ എലമെന്റ്സ് ഉള്ള ഒരു സീസൺ ആയിരിക്കും അടുത്ത സീസൺ. അതുകൊണ്ട് തീർച്ചയായും അടുത്ത സീസണിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഈ ഒരു സീരീസിന് വ്യൂസ് കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ ഭാവിയിൽ ഒരുപാട് ആളുകൾ ഈ ഒരു സീരീസ് കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.